രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ നീക്കവുമായി BJP. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച BJP MLA മാർ ഗവർണറെ കണ്ടു. 22 MLA മാർ ഒപ്പുവെച്ച കത്ത് ഗവർണർക്ക് കൈമാറി. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇത് BJP MLA മാരുടെ നീക്കമാണോ അതോ വ്യത്യസ്ത പാർട്ടികൾ ഇപ്പോൾ സ്വതന്ത്രന്മാരൊക്കെയായി നിൽക്കുന്ന MLA മാർ ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? എന്താണ് മണിപ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം? വിജയകുമാർ, ഇന്ന് രാവിലെയാണ് 10 MLA മാർ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചത്. ഇതിൽ BJP MLA മാരുമുണ്ട്. 8 BJP MLA മാരാണ് ഈ സംഘത്തിലുള്ളത്. ഇത് കൂടാതെ തന്നെ NPPയെ പ്രതിനിധീകരിച്ചുള്ള ഒരു MLAയും ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര MLAയും ഉൾപ്പെടുന്ന 10 MLA മാരുടെ സംഘമാണ് ഇന്ന് ഗവർണർ അജയ് കുമാർ ഭല്ലയുമായി കൂടിക്കാഴ്ച നടത്തുകയും സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു കത്ത് കൂടി 22 MLA മാർ ഒപ്പുവെച്ച കത്ത് കൂടി ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്വതന്ത്ര MLA ആയ സഭം നിഷികാന്ത് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ 10 MLA മാരാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നിലവിൽ 60 അംഗ മണിപ്പൂർ നിയമസഭയിൽ 60 അംഗ MLA മാരിൽ 37 പേർ BJP MLA മാരാണുള്ളത്. അതുകൊണ്ട് തന്നെ BJP MLA മാർ അവരുടെ ഒരു നീക്കമെന്ന് തന്നെയാണ് നമുക്കിതിനെ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി വിലയിരുത്താൻ കഴിയുന്നത്. ഒപ്പം NPPയുടെയും ഒപ്പം തന്നെ നാഗാ ഫ്രണ്ടിന്റെയും ഒക്കെ ഒരു പിന്തുണ കൂടി BJPക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 5 MLA മാരുള്ള നാഗാ പീപ്പിൾ ഫ്രണ്ടിന്റെയും ഒപ്പം തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി അവർക്ക് 6 MLA മാരാണുള്ളത്. ഇവരുടെയൊക്കെ ഒരു പിന്തുണ നേരത്തെ തന്നെ BJPക്ക് ഉണ്ടായിരുന്നു. ഈ MLA മാരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇന്ന് 8 BJP MLA മാർ ഈ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3 മാസക്കാലമായി ഈ കുക്കി മെയ്തേയ് സംഘർഷത്തെ തുടർന്ന് പിന്നീട് ബിരൺ സിംഗ് രാജിവെക്കുകയും പിന്നാലെ 3 മാസക്കാലമായി ഇപ്പോൾ ഈ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ച് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം MLA മാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലൊക്കെയായി നടന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിവിധ കക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് BJPയുടെ 8 MLA മാർ ഉൾപ്പെടുന്ന സംഘം ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അവർ കത്ത് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കണമെന്ന അവകാശവാദവും അവർ ഉന്നയിച്ചിരിക്കുകയാണ്. വിജയകുമാർ, ശരി. വിനീത വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത സൂചിപ്പിച്ചതുപോലെ അതൊരു BJPയുടെ രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ഗവർണർ അജയ് കുമാർ ഭല്ല അതിലുടൻ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. 22 MLA മാർ ഇതിനോടകം പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആ നീക്കത്തിന്. 30 MLA മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അപ്പോഴത് BJPയുടെ രാഷ്ട്രീയ നീക്കം തന്നെയാണ് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്.